നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പാചകവാതക ക്ഷാമത്തെ ചൊല്ലി ഗുരുവായൂർ നഗരസഭാ കൗൺസിലിൽ ബഹളം. അദാനി ഗ്യാസ് പൈപ്പ് കണക്ഷൻ നൽകുന്നതിൽ ഗുരുവായൂരിനെ ഒഴിവാക്കിയത് ഭരണപക്ഷത്തിന്റെ വീഴ്ചയാണെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. എന്നാൽ ഇത് മാധ്യമശ്രദ്ധ നേടാനുള്ള ആരോപണം മാത്രമാണെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ വാദം. ഏറെ നേരം ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ ബഹളമായി. റോഡ് വെട്ടിപ്പൊളിക്കാൻ നഗരസഭ അനുമതി നൽകാത്തതാണ് കാരണമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ടാറിംഗ് നടത്തി 2 വർഷത്തിനുള്ളിൽ റോഡ് വെട്ടിപ്പൊളിക്കുന്നതിന് അനുമതി നൽകാനാകില്ലെന്ന് സെക്രട്ടറി അറിയിച്ചു. അനുമതി നൽകിയ സ്ഥലങ്ങളിൽ വാതക പൈപ്പ് ലൈൻ കണക്ഷൻ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാചകവാതകക്ഷാമം രൂക്ഷമാണെന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടി. കൗൺസിലിൽ സ്ഥിരമായി ചായ നൽകിയിരുന്നതിനു പകരം നന്നാരി സർബത്ത് നൽകിയതും പ്രതിപക്ഷം ചോദ്യം ചെയ്തു. ക്ഷാമം കൗൺസിൽ വരെ എത്തിയിട്ടും ഭരണപക്ഷം അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. നഗരസഭ അതിർത്തി നിർണയ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് കൗൺസിലർ ജലീൽ പണിക്കവീട്ടിൽ ആവശ്യപ്പെട്ടു. ഹരിതകർമ്മസേനയുടെ മാലിന്യം റോഡരികിൽ കെട്ടിക്കിടക്കുന്നതായും കൗൺസിലർമാർ പരാതിപ്പെട്ടു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് സബ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട റിമാൻഡ് പ്രതി ഗുരുവായൂരിൽ നിന്ന് പിടിയിലായി. 15-കാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതി മലപ്പുറം നിലമ്പൂർ എടക്കര പാലേമാട് പുതിയത്ത് വീട്ടിൽ ശ്രീരാജാണ് തടവ് ചാടിയത്. ഊർജിത അന്വേഷണം നടക്കുന്നതിനിടയിൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കോടികളുടെ തട്ടിപ്പ് നടന്ന ചാവക്കാട് പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനി കോർപ്പറേറ്റ് ഓഫീസിൽ ക്രൈംബ്രാഞ്ച് പരിശോധന. ക്രൈംബ്രാഞ്ച് എക്കണോമിക് ഒഫൻസ് വിംഗാണ് പരിശോധന നടത്തിയത്. 2019 മുതലാണ് തട്ടിപ്പ് നടന്നതെന്ന് പറയുന്നു. 100-ലധികം പ്രവാസികളിൽ നിന്നായി 20 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായി പറയുന്നു. തുടർന്ന് നിക്ഷേപകർ ചേർന്ന് കൂട്ടായ്മ രൂപീകരിച്ചാണ് നിയമ പോരാട്ടം നടത്തുന്നത്. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 9 നാൾ മാത്രം. UDF സ്ഥാനാർത്ഥി CH റഷീദിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി മറിയ ഉമ്മൻ നയിച്ച ഗുരുവായൂരിലെ പെൺകരുത്ത് റോഡ് ഷോ ആവേശമായി. സ്ഥാനാർത്ഥിയും മറിയ ഉമ്മനും പങ്കെടുത്ത റോഡ് ഷോ അണികൾക്ക് ആവേശം നൽകി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ സംസ്ഥാനത്ത് പ്രധാന കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് മറിയ ഗുരുവായൂരിൽ എത്തിയത്. മഹിളാ കോൺഗ്രസ് വനിതാ ലീഗ് പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോ മുതുവട്ടൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച് ചാവക്കാട് ചതുരത്തിൽ സമാപിച്ചു. സമാപന വേദിയിൽ പെൺകരുത്ത് പോറ്റിയെ കേറ്റിയെ എന്ന ഗാനത്തിന് ചുവട് വെച്ച് ചാവക്കാടിനെ ആഘോഷകരമാക്കി. ബീന രവിശങ്കർ, ഹസീന താജുദ്ദീൻ, സുബൈദ പാലക്കൽ, TI ആയിഷ, ഹിമ മനോജ്, അഡ്വക്കേറ്റ് ഷീജ സന്ദീപ്, റസ്ല റഹീം, സാലിഹ ഷൗക്കത്ത്, ബിന്ദു നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലൂർ നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ഇടത് മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. പാവർട്ടിയിൽ നടന്ന വനിതാ പാർലമെന്റ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ ഉദ്ഘാടനം ചെയ്തു. സീതാ ഗണേഷ് അധ്യക്ഷയായി. ഇടത് മഹിളാ സംഘടനാ നേതാക്കളായ ഗീതാ ഭരതൻ, ഷീജ രാജീവ്, ഷിമി ഗോപി, പ്രീതി സുരേഷ്, NK പ്രീതി, KK പ്രസന്നകുമാരി, സിജി മോഹൻദാസ്, ലതി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂരിൽ ഇടതുപക്ഷത്തിന്റെ വിജയത്തിനായി മഹിളാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്ക്വാഡുകൾ ഇറങ്ങുന്നതിന് തീരുമാനിച്ചു. കുന്നംകുളം നിയമസഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ എരുമപ്പെട്ടി പഞ്ചായത്തിൽ പര്യടനം നടത്തി. മങ്ങാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച വാഹന പര്യടനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ MM നിഷാദ് അധ്യക്ഷനായി. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ NK കബീർ, DCC സെക്രട്ടറി PS സുനീഷ്, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KR രാധിക, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, ഫ്രിജോ വടക്കൂട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ഥാനാർത്ഥിക്ക് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്വീകരണം നൽകി.
നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CCTV അവതരിപ്പിക്കുന്ന പ്രത്യേക സ്ഥാനാർത്ഥി ചർച്ച ജനവിധി 2026 തുടരുന്നു. ബുധനാഴ്ച രാവിലെ 10-ന് കുന്നംകുളത്തെ സിറ്റിംഗ് MLAയും മുൻമന്ത്രിയും CPM സംസ്ഥാന സമിതി അംഗവുമായ AC മൊയ്തീനുമായുള്ള അഭിമുഖം കാണാം. വികസനത്തെപ്പറ്റിയും തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെപ്പറ്റിയും ഊഴനിബന്ധന മറികടന്ന് മത്സരിക്കുന്ന സാഹചര്യത്തെപ്പറ്റിയും AC മൊയ്തീൻ വിശദീകരിക്കും. ബുധനാഴ്ച രാവിലെ 10-ന് പുറമെ വൈകിട്ട് 6-നും രാത്രി 10:30-നും പുനഃസംപ്രേഷണവും ഉണ്ടാകും. തീർച്ചയായും കരുവന്നൂർ വിഷയം എപ്പോഴും രാഷ്ട്രീയ പ്രതിയോഗികൾ ഉന്നയിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. തീർച്ചയായും ഒളിഞ്ഞു തെളിഞ്ഞ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് AC മൊയ്തീൻ അത്തരം വിഷയങ്ങളെ നെഞ്ചുറപ്പോടെ നേരിടുന്നത്? കരുവന്നൂർ ബാങ്കിലുണ്ടായ പ്രശ്നം ഞങ്ങൾ ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല. അവിടുത്തെ ഭരണസമിതിക്ക് ഉണ്ടായ വീഴ്ച, ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടായ വീഴ്ച, പാർട്ടി നടപടിയെടുക്കല്ലേ ചെയ്തതിന്റെ പേരിൽ. ഗുരുവായൂരിൽ വാഹനമിടിച്ച് പരിക്കേറ്റ മുള്ളൻ പന്നിക്ക് നാട്ടുകാർ രക്ഷകരായി. തൈക്കാട് മില്ലുംപടിയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം. പരിക്കേറ്റ മുള്ളൻ പന്നി പരിഭ്രമിച്ച് തൊട്ടടുത്തുള്ള കടവരാന്തയിലേക്ക് ഓടിക്കയറി. കട തുറക്കാനെത്തിയവരെ കണ്ടതോടെ രക്ഷപ്പെടാനുള്ള തത്രപ്പാടിനിടയിൽ സമീപത്തെ മതിൽക്കെട്ടിനിടയിലേക്ക് ചാടുകയായിരുന്നു. ഇതിൽ നിന്ന് പുറത്തിറങ്ങാനാകാതെ കുടുങ്ങിക്കിടന്ന മുള്ളൻ പന്നിയെ സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ, റിയാസ് ഫാൽക്കൺ, ഷക്കീർ രാമനത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഏറെ പാടുപെട്ടാണ് രക്ഷപ്പെടുത്തിയത്. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം എരുമപ്പെട്ടി വനം വകുപ്പ് അധികൃതർക്ക് കൈമാറി. രണ്ടു ദിവസങ്ങളിലായി നടന്ന പെരുമ്പടപ്പ്, നൂണക്കടവ്, ചന്ദനക്കുടം നേർച്ചയാഘോഷം സമാപിച്ചു. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായിരുന്നു ആഘോഷം. ഞായറാഴ്ച വൈകിട്ട് 4:30-ന് തവളക്കുന്ന് പ്രദേശത്ത് നിന്ന് അറബന, ദഫ്മുട്ട്, മുട്ടുംവിളി, കോൽക്കളി എന്നിവയുടെ അകമ്പടിയോടെ നടത്തിയ താബൂത്ത് കാഴ്ച 5 മണിയോടെ പള്ളിയിൽ എത്തുകയും കൊടിയേറ്റം നടത്തുകയും ചെയ്തു. താബൂത്ത് കാഴ്ചയ്ക്ക് കരീബിയൻസ് കമ്മിറ്റി നേതൃത്വം നൽകി. തുടർന്ന് രാത്രി വിവിധ കമ്മിറ്റികളുടെ കാഴ്ചകൾ പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നു. തിങ്കളാഴ്ച രാവിലെ 9 മുതൽ അർദ്ധരാത്രി വരെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 18ഓളം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാഴ്ചകളുണ്ടായി. കാഴ്ചയിൽ പേരും പ്രശസ്തിയും തലയെടുപ്പുമുള്ള 11 ഗജവീരന്മാർ അണിനിരന്നു. വർത്തമാനകാല സാഹചര്യത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു വലിയ മാമാങ്കമാണ്. കുന്നംകുളം ഫെയർ ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ഏപ്രിൽ 1-ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളത്തെയും പരിസര പ്രദേശങ്ങളിലെയും ഫുട്ബോൾ കളിക്കുന്ന പ്രതിഭയുള്ള കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്തി ആവശ്യമായ പ്രോത്സാഹനവും ഒപ്പം നിലവാരമുള്ള പരിശീലനവും നൽകി വരുന്ന ഫെയർ ഫുട്ബോൾ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ തുടർച്ചയായി 7-ാം വർഷമാണ് സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ബദരി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ക്യാമ്പിൽ പങ്കെടുക്കാം. പെൺകുട്ടികൾക്കുള്ള പരിശീലനം സൗജന്യമായിരിക്കും. ഫുട്ബോൾ പരിശീലനത്തോടൊപ്പം ഫിറ്റ്നസ് ട്രെയിനിംഗ്, ഗോൾ കീപ്പർമാർക്കുള്ള പ്രത്യേക പരിശീലനം, സൗഹൃദ മത്സരങ്ങൾ എന്നിവയും ക്യാമ്പിലെ കുട്ടികൾക്ക് നൽകും. AIFF ലൈസൻസ് നേടിയ പരിശീലകരുടെ നേതൃത്വത്തിലാണ് കോച്ചിംഗ് ക്യാമ്പ് നടത്തുന്നത്. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാതെ ഒരു കൂട്ടം ഫുട്ബോൾ പ്രേമികളുടെ കൂട്ടായ്മയിൽ 2018-ൽ രൂപം കൊണ്ട ഫെയർ ഫുട്ബോൾ ക്ലബ്ബ് കഴിഞ്ഞ 7 വർഷമായി ഏപ്രിൽ, മെയ് മാസങ്ങളിൽ സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പും ജൂൺ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ റെഗുലർ കോച്ചിംഗ് ക്യാമ്പും നടത്തിവരുന്നുണ്ട്. സമ്മർ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഏപ്രിൽ 1-ാം തീയതി 4 മണിക്ക് ബദനി സ്കൂൾ ഗ്രൗണ്ടിൽ മാതാപിതാക്കളുമായി എത്തിച്ചേരേണ്ടതാണെന്ന് ക്ലബ്ബ് ഭാരവാഹികളായ TC സന്തോഷ്, PK ലൈജു, നിബു ജോബ്, സാമുവൽ ജോസ് എന്നിവർ അറിയിച്ചു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന സുവിശേഷ യോഗം സമാപിച്ചു. സമാപന ദിവസം ഫാദർ ഗീവർഗീസ് തോലത്ത് വചനഘോഷണം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോസഫ് ജോസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കൈസ്ഥാനി TM വർഗീസ് നന്ദി പറഞ്ഞു. 3 ദിവസങ്ങളിലായി ഫാദർ ഗീവർഗീസ് വർഗീസ്, ഫാദർ മാത്യൂസ് K ബർസൗമ, ഫാദർ ഗീവർഗീസ് തോലത്ത് എന്നിവർ വചന സന്ദേശങ്ങൾ നൽകി. പ്രത്യേക പ്രാർത്ഥനകളും ഗാനശുശ്രൂഷകളും യോഗത്തിന്റെ ഭാഗമായി നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. എരുമപ്പെട്ടി ആറ്റത്രയിൽ 464-ാം ലോക CLC ദിനാഘോഷം നടന്നു. സീനിയർ CLC ആറ്റത്ര യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു CLC ദിനാഘോഷം.
അതിരൂപത CLC അസിസ്റ്റന്റ് പ്രൊമോട്ടർ ഫാദർ സന്തോഷ് അന്തിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ദിവ്യബലിക്ക് വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു. അതിരൂപത സീനിയർ CLC സെക്രട്ടറി AJ ജെയ്സൺ, സിസ്റ്റർ ലിറ്റി ജോസഫ്, AJ സജി, AJ അലക്സ്, നിമി തോമസ് എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ ഗ്രാജുവേഷൻ സെറിമണി ബസേലിയൻ സ്റ്റാർസ് 2K26 സംഘടിപ്പിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ കിൻഡർ ഗാർട്ടൻ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ക്യാപ്പിംഗ് സെറിമണിയും സ്കൂൾ മാനേജറും സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവക വികാരിയുമായ ഫാദർ ജോൺ ഐസക് നിർവഹിച്ചു. MD കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റെജിമോൻ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ ജീബ്ലസ് ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി ഫെമി വർഗീസ്, ജിൻസി പി ജോസ്, നിസ വർഗീസ്, KG കോർഡിനേറ്റർ ഷിൻഡു ഷിജു, മറീന ബിജു എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ഷാനിബ റസാഖ്, വിന്ധ്യ രാജേഷ്, സ്വാതി എന്നിവർ നേതൃത്വം നൽകി. KG വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുന്നംകുളം കാക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവബലി ചടങ്ങുകൾ ഭക്തിനിർഭരമായി. ഉത്സവബലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ മാതൃബലിക്കലിൽ ബലി തൂവുന്നത് രാവിലെ 10 മണിയോടുകൂടി നടന്നു. പള്ളിവേട്ട ദിവസമായ ഇന്ന് രാത്രി 7:30 പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, കാക്കാട് രാജപ്പന്മാരാർ എന്നിവർ നേതൃത്വം നൽകുന്ന 100ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളമുണ്ടാകും. ഏപ്രിൽ 1 ബുധനാഴ്ചയാണ് ആറാട്ട്. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകും. വിദ്യാഭ്യാസ രംഗത്ത് ദീർഘകാലമായി സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന അധ്യാപകർക്ക് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ യാത്രയയപ്പ് നൽകി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചിരിയോ 2026 എന്ന പേരിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ രേണു മാത്യു, KT തുളസീദാസ്, PV റാബിയ അഷ്റഫ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പ്രിൻസിപ്പൽ ഇൻചാർജ് സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അധ്യാപകരെ ആദരിച്ചു. സ്ഥാപനത്തിൽ 20 വർഷം സേവനം പൂർത്തിയാക്കിയ ബുക്ക് സ്റ്റോർ ഇൻചാർജ് MA കമറുദ്ദീൻ, മെസ് മാനേജർ മുജീബ് റഹ്മാൻ, കലോത്സവ വിജയികളായ അധ്യാപകരെയും ചടങ്ങിൽ ഡോക്ടർ നജീബ് മുഹമ്മദ് ഉപഹാരം നൽകി ആദരിച്ചു. സഹപ്രവർത്തകരും മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,685 രൂപ, സ്വർണം പവന് 1,94,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.